ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിമിറ്റ്സ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ലെറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ സെഡ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 വെൻ സെഡ് ഇസ് ഈക്വൽ ടു 0 ദെൻ ഷോ ദാറ്റ് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷന് എഫ് അറ്റൈൻസ് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് അല്ലേ, എഫിന് ഡിഫറെൻറ്റ് പാത്തിൽ ഡിഫറെൻറ്റ് ലിമിറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഇമാജിനറി ആക്സിസിലൂടെ പോകുമ്പോൾ ലിമിറ്റ് എന്തായിരിക്കും, റിയൽ ആക്സിസിലൂടെ പോകുമ്പോൾ ലിമിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം സാധാരണ റിയൽ അനാലിസിസിൽ നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്, ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നോക്കും അല്ലേ, അത് ഈക്വൽ ആണോ എങ്കിൽ നമ്മൾ ലിമിറ്റ് ഉണ്ടെന്ന് പറയും. പക്ഷേ ഇവിടെ കോംപ്ലക്സിലാവുമ്പോൾ നമുക്ക് പ്ലെയിനിൽ ഒരുപാട് ഡയറക്ഷനിലേക്ക് നോക്കണം. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് യുണീക്ക് എന്നുള്ള ഒരു ആൻസറാണ് കിട്ടേണ്ടത് അല്ലേ, ഏത് ഡയറക്ഷനിൽ എടുത്താലും യുണീക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഡിഫറെൻറ്റ് ലിമിറ്റ് ആണെന്ന് നമുക്ക് കിട്ടിയാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഇവിടെ കോംപ്ലക്സിൽ റിയൽ ആക്സിസും അതുപോലെ തന്നെ ഇമാജിനറി ആക്സിസും ആണുള്ളത് നമുക്കറിയാലോ അല്ലേ. എക്സ് ആക്സിസിന് നമ്മൾ റിയൽ എന്ന് വൈനെ ഇമാജിനറി ആക്സിസ് എന്ന് എടുക്കുക. അപ്പോൾ ആ രണ്ട് ആക്സിസിലൂടെയും മൂവ് ചെയ്യുമ്പോൾ ഇതിന് ലിമിറ്റ് ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കുക. ഡിഫറെൻറ്റ് പാത്തിലൂടെ ഡിഫറെൻറ്റ് ലിമിറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷന് ഈ ഒരു എഫ് ഓഫ് സെഡിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. ദെൻ എഫ് ഓഫ് സെഡ് ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? റിയൽ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ആണ്. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതിക്കൂടെ? റിയൽ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സെഡിൻ്റെ റിയൽ പാർട്ട് എന്താണ്? എക്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് എക്സ് ബൈ മോഡ് എക്സിന് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0. ഇതിനെ മാറ്റി എഴുതിയതാണ് കേട്ടോ. ആൻഡ് 0 എന്തെഴുതാം? വെൻ z ഈക്വൽ ടു 0. ഓക്കെ, അതിനങ്ങനെ മാറ്റി എഴുതി. ദെൻ നമുക്ക് എന്തെഴുതാം? ഇനി ഫസ്റ്റ് ലിമിറ്റ് അല്ലേ, ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് അലോങ് ദി ഇമാജിനറി ആക്സിസ് അങ്ങനെ കൊടുക്കുക അല്ലേ. ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് അലോങ് ദി ഇമാജിനറി ആക്സിസിൽ നമുക്കറിയാം എക്സ് എന്തായിരിക്കും? 0 ആണ് അല്ലേ. വൈ ആക്സിസ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? എക്സ് 0 ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അവിടെ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് വൈ ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻസ് ടു 0 അവിടെ എക്സ് 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് 0 ആകുമ്പോൾ ഐ വൈ എന്ന് എഴുതാം. എക്സ് 0 ആകുമ്പോൾ ഐ വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് വൈ ടെൻസ് ടു 0 ഐ വൈ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഇതിൻ്റെ പ്ലേസിൽ അത് കൊടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻസ് ടു 0 എഫ് ഓഫ് ഐ വൈ ആണ് കേട്ടോ. എഫ് ഓഫ് ഐ വൈ എന്നാണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് ഐ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഇതാണ്. അപ്പോൾ എഫ് ഓഫ് ഐ വൈ എന്ന് പറഞ്ഞാൽ എക്സും 0 ആണ് അല്ലേ. വൈ എന്താണ്? അത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 0 ബൈ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് സെഡിൻ്റെ ലിമിറ്റ് ഇമാജിനറി ആക്സിസിലൂടെ എന്താ കിട്ടിയത്? 0 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ റിയൽ ആക്സിസിലൂടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെ എഴുതാം? ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് അലോങ് ദി റിയൽ ലൈനിൽ നമുക്കറിയാം വൈ എന്താണ്? വൈ 0 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മളവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വൈ ഈക്വൽ ടു 0 അല്ലേ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. വൈ 0 ആണ്. ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇത് നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്ലേസിൽ ഇവിടെ കൊടുക്കാം അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ അവിടെ 0 ആണ് അല്ലേ. അപ്പോൾ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ,
അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ മോഡ് എക്സ് എന്ന് വരും അല്ലേ? എക്സ് ബൈ മോഡ് എക്സ് എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ മോഡ് എക്സ് എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ മോഡ് എക്സ്. ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുമോ? എക്സിസ്റ്റ് ചെയ്യൂല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ? ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇമാജിനറി ആക്സിസിലൂടെ ലിമിറ്റ് 0 ആണെന്നും അതുപോലെ തന്നെ റിയൽ ആക്സിസിലൂടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിഫറൻറ്റ് പാത്തിലൂടെ, അതായത് ഇമാജിനറി ആൻഡ് റിയൽ എന്നുള്ളതാണ് ഡിഫറൻറ്റ് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടിലൂടെയും ഡിഫറൻറ്റ് ലിമിറ്റാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ അല്ലേ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? നെക്സ്റ്റ് വരുന്നത് തിയറംസ് ഓൺ ലിമിറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് തിയറംസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. തിയറം 1, ഇഫ് ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z എക്സിസ്റ്റ് ദെൻ ഇറ്റ് മസ്റ്റ് ബി യുണീക്ക്. നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തത് ലിമിറ്റ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പാത്തിൽ ഡിഫറെൻറ്റ് ലിമിറ്റ്സ് എടുത്തിട്ട് ചെയ്തു. ഇവിടെ ഈ ഒരു തിയറം എന്താ പറയുന്നത്? ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റിന് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി യുണീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. ഇഫ് പോസിബിൾ ലെറ്റ്സ്, ഞാൻ എടുക്കുകയാണ്, ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു w0 ആൻഡ് ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു w1. ഓക്കെ, ഈ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് യുണീക്ക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അത് ഞാൻ യുണീക്ക് അല്ല, രണ്ടും എന്ന് എടുത്തു. അതായത് w0ഉം w1ഉം ഈ ഒരു എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റാണ്. രണ്ട് ഡിഫറെൻറ്റ് ലിമിറ്റ് ഉണ്ട് എന്ന് എടുത്തു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഡിഫറെൻ്റ് അല്ല, യുണീക്ക് ആണെന്നല്ലേ? അതായത് കോൺട്രഡിക്ഷനിലാണ് നമ്മൾ പ്രൂവ് ചെയ്ത് പോകുന്നത്. വേർ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? വേർ w0 നോട്ട് ഈക്വൽ ടു w1 ആണ്. ദെൻ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് w1 മൈനസ് w0 ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. ഓക്കെ ആണല്ലേ? w0ഉം w1ഉം ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെൻ നമ്മൾ ചൂസ് ചെയ്യാണ് an epsilon that is equal to modulus of w1 minus w0 divided by 2. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടി മോഡുലസ് ഓഫ് w1 മൈനസ് w0 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എപ്സിലോണിനെ, നമുക്കറിയാം എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു. ഓക്കെ, അത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്തെഴുതാം? എപ്സിലോൺ എന്നുള്ളൊരു പോസിറ്റീവ് നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട് അല്ലേ? ഇത് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? സിൻസ് ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു w0 corresponding to this epsilon greater than 0 അല്ലേ, there exists a delta 1 greater than 0 such that modulus of f of z minus w0 less than epsilon എങ്ങനെ എഴുതാം? whenever mod z minus z0 less than delta 1. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു w1. അവിടെ നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? സിൻസ് ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു w1 then corresponding to this epsilon greater than 0 there exists a delta 2 greater than 0 such that എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് z മൈനസ് w0 ലെസ് ദാൻ എപ്സിലോൺ whenever മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതാം. ഡെൽറ്റ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1ഉം ഇതിന് ഇക്വേഷൻ നമ്പർ 2 അങ്ങനെ കൊടുക്കാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 and 2 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ എടുത്തിരുന്ന ഈ ഒരു കണ്ടീഷനിൽ നിന്ന് എന്ത് കിട്ടി? നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ കൊടുത്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 1ഉം ഈ രണ്ടാമത്തെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 2ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യാം? മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം?
therefore delta is equal to minimum of delta 1 delta 2 ചൂസ് ചെയ്യാം. then from 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് അല്ലേ. ഇത് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞത് എങ്ങനെ എഴുതാം? മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1 ആണ് ആൻഡ് മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 2 ആണ് അല്ലേ. കാരണം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്? മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 2 എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇതിന് പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാം? മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് മീനിങ് അല്ലേ. ഇതുണ്ടെങ്കിൽ ഇതുണ്ട് എന്നാണ്. അപ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് എഫ് ഓഫ് z മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ് ആൻഡ് എന്തും കൂടെ എഴുതാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് z മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടില്ലേ? മോഡുലസ് ഓഫ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് z മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ, അതുപോലെ തന്നെ എഫ് ഓഫ് z മൈനസ് W1 കേട്ടോ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് W1 ലെസ് ദാൻ എപ്സിലോൺ കിട്ടി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? therefore നമുക്ക് മോഡുലസ് ഓഫ് W0 മൈനസ് W1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനൊരു മൈനസ് എഫ് ഓഫ് സെറ്റ് ഒരു എഫ് ഓഫ് സെറ്റ് ആഡ് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ മൈനസ് ചെയ്യുകയും ചെയ്യണം. മൈനസ് എഫ് ഓഫ് സെറ്റ് പ്ലസ് എഫ് ഓഫ് സെറ്റ് മൈനസ് W1 ഇങ്ങനെ എഴുതാമല്ലോ. ഇതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം അല്ലേ. കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഫോർ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് W0 പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് W1 എഴുതാം. ഓക്കെ, ഇത് ലെസ് ദാൻ, ഇതിപ്പോൾ നമ്മൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്? ലെസ് ദാൻ എപ്സിലോൺ ആണ് അല്ലേ. പ്ലസ് ഇതെന്തായിരുന്നു? ലെസ് ദാൻ എപ്സിലോൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലെസ് ദാൻ 2 എപ്സിലോൺ എഴുതാം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? W1 മൈനസ് W0 ബൈ 2 ആണ് അല്ലേ. അപ്പോൾ ഇതിന്ന് 2 എപ്സിലോൺ നമുക്ക് എന്ത് എഴുതാം? W1 മൈനസ് W0, ദാറ്റ് ഈസ് ഇതിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? W1 മൈനസ് W0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? W0 മൈനസ് W1 ഇസ് ഈക്വൽ ടു W1 മൈനസ് W0. ഇതെന്താണ്? കോൺട്രഡിക്ഷൻ അല്ലേ. കാരണം ഇത് ഈക്വൽ ആണെന്നാണ് കിട്ടിയത് അല്ലേ. W1ഉം W0ഉം ഈക്വൽ ആണെന്ന് കിട്ടിയത്. പക്ഷേ നമ്മളുടെ അസംഷൻ അങ്ങനെ ആയിരുന്നു. നമ്മളെങ്ങനെയായിരുന്നു എടുത്തിരുന്നത്? W1 നോട്ട് ഈക്വൽ ടു W0 എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ അസംഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അസംഷന് ഇത് കോൺട്രഡിക്ഷൻ തരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എന്തെഴുതാം? ഇറ്റ് മസ്റ്റ് ബി യൂണീക്ക് അല്ലേ. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് കിട്ടി? യൂണീക്ക് ആണെന്നും കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? എടുത്തു എഫ് ഓഫ് സെറ്റിന് 2 ഡിഫറെൻറ്റ് ലിമിറ്റ് എടുത്തു അല്ലേ. എന്നിട്ട് നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് W0ഉം W1ഉം ഈക്വൽ അല്ല എന്നാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു. അപ്പോൾ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ അല്ലെ, ഈ 2 കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ എന്ത് ചെയ്തു? എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഫോർ ലിമിറ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിന്ന് നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ ഇതിന്ന് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷനും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രം 1 and 2 ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യാം? ഡെൽറ്റ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. ദെൻ ഈ ഒരു കണ്ടീഷൻ കൊടുക്കാം, 0 ലെസ് ദാൻ z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കത് ലെസ് ദാൻ ഡെൽറ്റ 1ഉം ലെസ് ദാൻ ഡെൽറ്റ 2ഉം ആവാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് z മൈനസ് W0 ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇതും ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? W0 മൈനസ് W1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു എഫ് ഓഫ് സെറ്റ് ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ദെൻ പ്ലസ് എപ്സിലോൺ ആണ് ഇത് വരുന്നത്. ദെൻ ഇത് എപ്സിലോൺ വരുന്നു, ഇത് എപ്സിലോൺ വരുന്നു. അപ്പോൾ 2 എപ്സിലോൺ വരും. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ആണെന്ന് കിട്ടുക അല്ലെ. ഈക്വൽ ആണെന്ന് കിട്ടിയാൽ എന്താണ്? അസംഷൻ തെറ്റായി പോകും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി യൂണീക്ക്. ക്ലിയർ? ഇനി നെക്സ്റ്റ് തിയറം നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു u of xy പ്ലസ് i into v of xy where z is equal to x0 plus iy0 and w0 is equal to u0 plus iv0. Then
ലിമിറ്റ് z ടെൻസ് ടു z0 f of z is equal to w0 if and only if limit xy tends to x0 y0 u of xy is equal to u0 and limit xy tends to x0 y0 v of xy is equal to v0. അപ്പോൾ എന്താ തിയറം പറയുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ, കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, u of xy പ്ലസ് i in v of xy. ഇത് റിയൽ പാർട്ടും ഇത് ഇമാജിനറി പാർട്ടുമാണ്. z0 തന്നിട്ടുണ്ട്, w0 തന്നിട്ടുണ്ട്. ദെൻ ആ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് w0. അങ്ങനെയാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇതുണ്ടെങ്കിൽ എന്തു പറയാം, ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ യു ഓഫ് എക്സ് വൈൻ്റെ ലിമിറ്റ് u0 ആണെന്നും വി ഓഫ് എക്സ് വൈൻ്റെ ലിമിറ്റ് v0 ആണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് u0ഉം ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് v0 ആണെന്ന് പ്രൂവ് ചെയ്യണം. തിരിച്ചും പ്രൂവ് ചെയ്യണം. അതായത് റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടിനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെന്നും പ്രൂവ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. ആദ്യം നമുക്ക് എന്തെടുക്കാം, ഈ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് w0 ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ഓക്കെ, then we have to show that limit xy tends to x0 y0 u of xy is equal to u0 and limit xy tends to x0 y0 v of xy is equal to v0. Clear? അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് let f of z is equal to u of xy plus i into v of xy ആണ് ഇത് തന്നിരിക്കുന്ന അല്ലാതെ എഴുതിയത്. ദെൻ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്തു അല്ലേ, ലിമിറ്റ് z tends to z0 ഫംഗ്ഷന്, കോംപ്ലക്സ് ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ട് എന്നെടുത്തു. ദെൻ നമുക്ക് അവിടെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തൂടെ, ദെൻ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് വരാം, ദെൻ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that modulus of f of z minus w0 less than epsilon whenever mod z minus z0 less than delta. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഇവിടെ എഫ് ഓഫ് സെഡ് ഉണ്ട് അല്ലേ. എഫ് ഓഫ് സെഡിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിലാണ് അപ്ലൈ ചെയ്യാണ്. ഈ എഫ് ഓഫ് സെഡ് മൈനസ് w0 എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് സെഡിൻ്റെ പ്ലേസിൽ ഇത് കൊടുക്കുക, അതായത് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ മൈനസ് ഇവിടെ w0 എന്താണ്, w0 എന്ന് പറഞ്ഞാൽ u0 പ്ലസ് ഐ v0 ആണ്, അത് അവിടെ കൊടുത്തു. അത് നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ, അതിവിടെ അതുപോലെ തന്നെ കൊടുത്തു. എഫ് ഓഫ് സെഡിൻ്റെ പ്ലേസിൽ അതിൻ്റെ വാല്യൂ കൊടുത്തു, w0ൻ്റെ പ്ലേസിൽ അതിൻ്റെ വാല്യൂ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ യു ഓഫ് എക്സ് വൈ മൈനസ് u0 അല്ലേ, ഇതിന് ഐ ഉള്ള ടേമിനെ ഒരുമിച്ചും ഐ ഇല്ലാത്തതിനെ ഒരുമിച്ചും വെക്കാം. അതായത് റിയൽ പാർട്ടുകൾ ഒരുമിച്ചും ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് യു ഓഫ് എക്സ് വൈ മൈനസ് u0 അല്ലേ, u0നെ അങ്ങോട്ട് കൊടുന്നു പ്ലസ് ഐ ഇൻറ്റു ബാക്കി ടേംസിനെ ഒരുമിച്ച് എഴുതി ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമുക്കറിയാം ബട്ട് മോഡുലസ് ഓഫ് യു ഓഫ് എക്സ് വൈ മൈനസ് u0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് യു ഓഫ് എക്സ് വൈ മൈനസ് u0 പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ മൈനസ് v0. ഇത് നോർമലി ഒരു കണ്ടീഷനാണ് അല്ലേ, അതായത് ഇത് അതിൻ്റെ റിയൽ പാർട്ട് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഐ ടേമും കൂടെ ആഡ് ചെയ്തതാണ് ഈ ടേം അല്ലേ. ഇത്രയും ടേമാണ് ഇതുള്ളത് അല്ലേ, കറക്റ്റ് ഇത്രയും ടേമാണ് ഇതുള്ളത്. അതിൻ്റെ കൂടെ പ്ലസ് ഒരു ടേമും കൂടെ ആഡ് ചെയ്താൽ ഇതെന്തായാലും എന്തായിരിക്കും, വലുതായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ഈ ഒരു ടേമിനേക്കാളും വലിയ വാല്യൂ ആണിത്. പക്ഷെ അത് നമുക്കറിയാം എന്താണ്, ഈ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണ് വെനെവർ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ മോഡുലസ് ഓഫ് യു ഓഫ് എക്സ് വൈ മൈനസ് v0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഇത്രയും ടേമാണിത് അല്ലേ, അതായത് ഈ ടേം ഇത്രയും ടേമാണ് ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പ്ലസ് ഈ ഒരു ടേമും കൂടെ ആഡ് ചെയ്താൽ എന്തായാലും എന്തായിരിക്കും, ഇതിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, ഇത് നമുക്കറിയാം ലെസ് ദാൻ എപ്സിലോൺ ആണ് വെനെവർ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ. ദെൻ ഫ്രം 1 നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ. അപ്പോൾ ഇത്രയും ടേം ഇത് ഓൾറെഡി ലെസ് ദാൻ എപ്സിലോൺ ആണ് നമുക്കറിയാം, അപ്പോൾ നമുക്ക് ഇത് എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് യു ഓഫ് എക്സ് വൈ മൈനസ് u0 ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് മോഡുലസ് ഓഫ് യു ഓഫ് എക്സ് വൈ മൈനസ് v0 ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ. ഈ ഒരു ടേം ഒഴിവാക്കിയിട്ടാണ് പറയാം അല്ലേ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആണ് എന്ത്, therefore ലിമിറ്റ് z ടെൻസ് ടു z0 u of xy is equal to u0 and ലിമിറ്റ് z ടെൻസ് ടു z0 v of xy is equal to v0. ക്ലിയർ? അതായത് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ റിയൽ പാർട്ടായ യു ഓഫ് എക്സ് വൈക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് u0 ആണെന്നും
അതിൻ്റെ ഇമാജിനറി പാർട്ടായ വി ഓഫ് എക്സ് വൈക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വി നോട്ട് ആണെന്നും കിട്ടി. ക്ലിയർ? ഇനി കോൺവേഴ്സ് പാർട്ട് നോക്കാം. കോൺവേഴ്സിലി നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടിനും ലിമിറ്റ് ഉണ്ട് അല്ലേ? അതായത് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് u ഓഫ് എക്സ് വൈ is equal to u നോട്ട് ആൻഡ് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് v ഓഫ് എക്സ് വൈ equal to v നോട്ട്. ദെൻ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് f ഓഫ് z is equal to w നോട്ട് അല്ലേ? അതായത് ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഈ രണ്ടെണ്ണത്തിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുക്കണം. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് Δ1 ആൻഡ് Δ2 അല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു Δ1ഉം എക്സിസ്റ്റ് ചെയ്യും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു Δ2 എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ ഉണ്ട് അല്ലേ? ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ. അപ്പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 2 എപ്സിലോൺ ആണ്. പക്ഷെ നമ്മളിവിടെ എപ്സിലോൺ ചൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എപ്സിലോൺ എന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് epsilon/2, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് epsilon/2 അങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 epsilon/2 പറഞ്ഞാൽ എപ്സിലോൺ ആകും അല്ലേ? അപ്പോൾ ഞാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് epsilon/2, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Δ1ഉം ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു Δ2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, മോഡുലസ് ഓഫ് u ഓഫ് എക്സ് വൈ മൈനസ് u നോട്ട് ലെസ് ദാൻ epsilon/2 എന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് എപ്സിലോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് epsilon/2 വെനവർ മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അത് നമ്മൾ ആദ്യം u ഓഫ് എക്സ് വൈ is equal to u നോട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയ ലിമിറ്റിൻ്റെ ഡെഫിനിഷനാണ്. ദെൻ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് v ഓഫ് എക്സ് വൈ z is equal to v നോട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയ ലിമിറ്റിൻ്റെ ഡെഫിനിഷനാണിത്. ദെൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തു? മിനിമം ഓഫ് Δ1 ആൻഡ് Δ2. ദെൻ ഫ്രം 2 and 3 നമുക്ക് മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ Δ1 ആൻഡ് Δ2 എന്ന് എഴുതാം. ഇതിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? Δ1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് u ഓഫ് എക്സ് വൈ മൈനസ് u നോട്ട് ലെസ് ദാൻ epsilon/2 ആൻഡ് മോഡുലസ് ഓഫ് u ഓഫ് എക്സ് വൈ മൈനസ് v നോട്ട് ലെസ് ദാൻ epsilon/2 വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇതാണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. മോഡുലസ് ഓഫ് f ഓഫ് z മൈനസ് w നോട്ട് ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഇത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടിയാൽ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് f ഓഫ് z is equal to w നോട്ട് ആണെന്ന് പറയാം. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മോഡുലസ് ഓഫ് f ഓഫ് z മൈനസ് w നോട്ട് f ഓഫ് zനെ നമുക്ക് ആദ്യം തന്നിരുന്നു u ഓഫ് എക്സ് വൈ പ്ലസ് i ഇൻറ്റു v ഓഫ് എക്സ് വൈ ആണ്. അത് അവിടെ കൊടുത്തു, w നോട്ടിൻ്റെ പ്ലേസിൽ അത് കൊടുത്തു. ദെൻ അതിനെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെത് മാത്രം നമുക്കറിയാം എന്താണ്? epsilon/2 ആണ് അല്ലേ? ഇവിടെ epsilon/2 ആണ്, ഇതിൻ്റെത് epsilon/2. അപ്പോൾ അതിന് നമ്മൾ epsilon/2 പ്ലസ് epsilon/2 പറഞ്ഞാൽ എപ്സിലോൺ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് f ഓഫ് z മൈനസ് w നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെനവർ മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് f ഓഫ് z is equal to w നോട്ട്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെങ്കിൽ റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടിനും ലിമിറ്റ് ഉണ്ടെന്നും പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടിനും ലിമിറ്റ് എടുത്തപ്പോൾ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ.